ഹായ് ഓൾ, ഇന്ന് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്നൊരു മോരുകറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/4 മുറി തേങ്ങ അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളത്തിന് പകരം നമ്മൾ തൈര് തന്നെയാണ് ചേർക്കുന്നത്. തൈര് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കൂട്ടുകൾ ഒന്ന് ചതച്ചെടുക്കണം. ഇതിനു വേണ്ടി 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ഉലുവ, 1/4 സ്പൂൺ ജീരകം, കുറച്ച് പച്ചക്കടുക്, ഒരു 1/4 സ്പൂൺ കുരുമുളക് ഇവ ചേർത്തൊന്ന് നന്നായി ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് 1 സ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഈ കൂട്ടുകൾ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കീറിയിട്ട് 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വഴറ്റണം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാവുന്നതാണ്. മുളക് പൊടി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. ഗ്രേവിക്ക് വേണ്ടി അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. കൂട്ടെല്ലാം ചേർത്തതിന് ശേഷം നേരിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കാനേ പാടുള്ളൂ. കറി തിളച്ചു പോകരുത്. തിളച്ചു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നേരിയ തീയിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കഷ്ണങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. അടിപൊളി കറിയാണ്. പുളിക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ തൈര് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമുള്ള ഒരു കറിയാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.